ഇന്ന് ഞാൻ ഒരു ദിവസത്തേക്ക് നമ്മുടെ ഷുഗർ അങ്ങ് മറക്കാൻ പോവുക. ഓക്കെ, അപ്പം അതിനായിട്ട് ഞാൻ എന്തോ ഉണ്ടാക്കുന്ന കുറച്ച് തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. ഒറ്റ ദിവസത്തേക്ക് നമുക്കൊരു മോളുണ്ടാക്കും ഞാൻ ഈ ഉണ്ടാക്കാൻ പോകുന്ന സാധനം. എല്ലാവരും ഉണ്ടാക്കുന്നതാ, പക്ഷേ ഈ രീതിയിൽ മോളാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് ഞാൻ കുറച്ച് നമ്മുടെ ആട്ട, ഇതിന് 2 ഇടുന്നോളെ. ഓക്കെ, എന്നിട്ട് വളരെ ചെറിയ വീഡിയോ ആണിത്. എന്നിട്ട് ഇതിനകത്ത് ചേർക്കുന്ന ഞാൻ കുറച്ച് നമ്മുടെ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്, ഒഴിക്കുക. ഒറ്റ ദിവസത്തേക്ക് നമുക്ക് ഈ ഷുഗർ ഒന്നും മറക്കാം. കൂട്ടത്തിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ടേരെ, കാരണം ആട്ടയല്ലേ ഇടുന്നേ, അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൊടുത്തേരെ. എന്നിട്ട് നന്നായിട്ട് കുഴയ്ക്കണം. നമ്മുടെ ചപ്പാത്തിയുടെ അത്ര കട്ടിയ വേണ്ട, കുറച്ച് നൈസായിട്ട്, ഇച്ചിരി കൂടെ വെള്ളമാവാം. ഷുഗറുകാരാണെന്നുള്ള കാര്യം ഓർക്കണം, പക്ഷേ ഒരു ദിവസത്തേക്ക് നമുക്ക് മറക്കാം, ഇല്ലേ? ഞാൻ ഇപ്പോൾ കുളിച്ചതുള്ള മുടിയൊക്കെ തോർന്നിട്ടില്ല, നല്ലപോലെ തോർത്തിയതുമില്ല. ഞാൻ അധികം തോർത്താറില്ല മുടി, ഒരുപാട് തോർത്തത്തില്ല. പണ്ട് തൊട്ടേ അങ്ങനെ തന്നെ ഒരുപാട് തോർത്ത. പണ്ട് പൂറ്റി വരെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ അത്ര മുടി ഉണ്ടായിരുന്നു എനിക്ക്, കട്ടിയുള്ള മുടി. പൂറ്റി വരെ അല്ല, ഇവിടം വരെ, പക്ഷെ അത് നല്ല കട്ടിയുള്ള മുടിയായിരുന്നു. ഞാൻ ലോകത്താരും ചെയ്യാത്തൊരു സംഭവം ചെയ്തു. ഇങ്ങനെ മുടിയെല്ലാം അങ്ങ് പോയി. എന്താണെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ അങ്ങനെ എൻ്റെ മുടിയെല്ലാം പോയി, പൊഴിഞ്ഞു പോയി. ഞാനിതിനെ നന്നായിട്ട് കുഴച്ച്. ഓക്കെ, ചെറിയ വീഡിയോ ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അത് കാണിച്ചു തരാം നിങ്ങളെ എങ്ങനെയാണിത് കുഴച്ച് വെച്ചേക്കുന്നത്. പിടിക്കണം. ചിലർ ഇതിനകത്ത് നമ്മുടെ ഏലക്ക നന്നായിട്ട് പൊടിച്ചിട്ടിടണം, കടിക്കരുതത്. നന്നായിട്ട് പൊടിച്ചിട്ടിടണം. ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല, വേണമെങ്കിൽ നിങ്ങൾക്കത് ചേർക്കാം. ഉണ്ടല്ലോ ദേ, കണ്ടല്ലോ എങ്ങനെ അത് കുഴച്ച് പരുവം കണ്ട. ആ പരുവത്തിൽ വേണത് ആക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് നമുക്ക് കല്ലേൽ വെച്ചത് ഉണ്ടാക്കുന്ന ദോശക്കല്ല്. നമ്മൾ കല്ലേ വെച്ച് ഉണ്ടാക്കാൻ പാടാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? ഇല എടുത്തിട്ട് ഇലയിൽ വെച്ച് പരത്തിയിട്ടങ്ങ് കല്ലേലോട്ടങ്ങ് വെക്കുക. ഇത് കാരണം എന്ന് വെച്ചാൽ വേറെ പാടെന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, നമ്മളെ കൈ പൊള്ളും. ഇത് മാവ് കണ്ടല്ലോ എങ്ങനെ ആക്കി വെച്ചേക്കുന്നത്. ഗ്യാസ് ഓണാക്കാം. നമുക്ക് ഗ്യാസ് ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ നെയ്യ് തടവി, ഇതിന് ഈ കല്ലിൻ്റെ പുറത്തൊക്കെ നെയ്യാണ്, നെയ്യ് ചേർത്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഉണ്ടാക്കാം. ഇവിടെ ഒരു ചെറിയ നെയ്യ് ഉണ്ടായിരുന്നു. ഓക്കെ, പൊട്ടിച്ചിട്ടില്ല. ഇതൊക്കെ ഞാൻ ചില സമയത്ത് എനിക്ക് തോന്നി ഇങ്ങനെയുള്ള കുപ്പികളുടെ അത് മേടിക്കുന്നത് ഇങ്ങനെയാണ് കണ്ടോ നെയ്യ്. പക്ഷേ ഇത് എനിക്ക് ചിലപ്പോൾ ഈ കുപ്പിയൊക്കെ കാണുമ്പോൾ ഒരു കൊതി തോന്നും. ഇതാ കണ്ട കുപ്പി, ഈ കുപ്പി കാണുമ്പോൾ ഒരു കൊതി തോന്നുമ്പോൾ ഇത് വാങ്ങിക്കും. ഓക്കെ, നെയ്യ് കുറച്ചെടുത്തിട്ട് നമുക്കങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കല്ലിലോട്ട് തേച്ച് കൊടുക്കാം കേട്ടോ. കല്ലിലോട്ട് തേച്ച് കൊടുക്കാം. അടിപൊളിയായിരിക്കും. ഓക്കെ, കല്ലിൽ തേച്ചു. വൃത്തി ഇതേപോലെ തന്നെ വെള്ളം എടുക്കണം. എല്ലാവർക്കും അറിയാമല്ലോ, ഇങ്ങനെ ഞാൻ പറയുന്നതേ ഉള്ളൂ. കുഞ്ഞുങ്ങളുടെ കൈയൊന്നും പൊള്ളിപ്പോരുത്. ഇതേപോലെ അങ്ങോട്ട് ഉരുട്ടിയെടുക്കുക. എടുത്തിട്ട്
കല്ല് കാണാൻ പറ്റുമല്ലോ. കല്ലിലോട്ട് ചിലരുടെ കൈ പൊള്ളും കേട്ടോ. അപ്പം പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഇലയിൽ വെച്ചിങ്ങനെ ആക്കിയിട്ട് നല്ല നൈസായിട്ടും പരത്തിയെടുക്കാം, കട്ടിക്കും പരത്തിയെടുക്കാം കേട്ടോ. നൈസായിട്ട് പരത്തിയാൽ കുറച്ച് മൊരിയും, പക്ഷേ കട്ടിക്കാക്കിയാൽ പതുക്കെ പതുക്കെ അതിനെ മൊരിച്ച് എടുക്കണം. ചിരിച്ച വെള്ളം വെക്കുമ്പോഴത്തേക്ക് നമുക്കിത് കൈ പൊള്ളാതെ പരത്തിയെടുക്കാൻ പറ്റും. എന്താ ഷുഗറുകാർക്ക് ശർക്കര കഴിക്കാവോ എന്ന് ചോദിച്ചാൽ ലേശമൊക്കെ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അധികം ആവരുതെന്നേ ഉള്ളൂ, ലേശമൊക്കെ കഴിക്കണം. കണ്ട ഇങ്ങനെ പരത്തി വെക്കും. എന്നിട്ട് എന്താ ചെയ്യുന്നത്? സിമ്മിലിടുക. സിമ്മിലിടുമ്പോഴാണ് മൊരിഞ്ഞു വരുന്നത് നല്ലതായിട്ട്. ഇങ്ങനെ പരത്തിയിട്ട് അതിൻ്റെ പുറത്ത് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. നമ്മൾ നെയ്യ് കല്ലിൽ പുരട്ടിയിട്ടാണ് നമ്മളിത് പരത്തിയത്. ഓക്കെ. എന്നിട്ട് നെയ്യ് നല്ലപോലെ അതിനെ നല്ല ഫുള്ളും തേച്ചിട്ട് നമുക്കൊരുവിധം മൊരിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇവിടുത്തെ മൊരിയൽ ഇത്രയും പോരെ, കുറച്ചും കൂടെ മൊരിയണം. പക്ഷേ എനിക്ക് ഈ മൊരിയാണ് ഇഷ്ടം. എന്നിട്ട് തിരിച്ചിട്ടു. കാരണം ഇപ്പുറത്തെ വശത്ത് നമുക്ക് നെയ്യ് പുരട്ടേണ്ട ആവശ്യമില്ല. അതാ ആ നെയ്യ് പുരട്ടി ഇട്ട വശം അതുപോലെ മൊരിഞ്ഞിട്ടുണ്ട്. ഇത്രയും മൊരിയണം ഇവിടെ. എന്നിട്ട് അപ്പുറത്തെ വശവും കൂടെ തിരിച്ചിട്ടൊന്നും കൂടെ മൊരിച്ചിട്ട് നമ്മൾ എടുക്കുക. 2 എണ്ണമാണ് ഉണ്ടാക്കിയത് കേട്ടോ. രണ്ടെണ്ണം മതി ഇവിടുത്തെ ആവശ്യത്തിനുള്ളത്. 2 എണ്ണം. ഇത് നല്ല സാധനം. തേങ്ങ തോനെ ഇടണം കേട്ടോ. അപ്പം നമുക്ക് അടുത്തതിനുള്ളത് തേക്കാം. ഇച്ചിരി ഇട്ട് കൊടുത്തിട്ട് പരത്തണം. രണ്ടാമത്തതാണ് പരത്താൻ പോകുന്നത്. ഇനി നമ്മൾ ഈ പരത്തുന്ന സമയത്താണ് ചിലർക്ക് കൈ പൊള്ളുന്നത്. ഈ റിസ്റ്റിലൊക്കെ ചൂടടിച്ചിട്ട് മനസ്സിലാകുന്ന. ഇനി ഇതിൻ്റെ പുറത്താ വെള്ളം വെച്ച് ആക്കുന്നുണ്ട്. അത് പരത്താനുള്ള എളുപ്പത്തിനും വലിയ പൊള്ളലൊന്നും ഏക്കത്തതുമില്ല. പരത്താനുള്ള എളുപ്പത്തിനാണ് യഥാർത്ഥത്തിൽ ആ വെള്ളം വെച്ച് ആക്കുന്നത്. അല്ലെങ്കിൽ കൈ ഇങ്ങനെ ഒട്ടിപ്പിടിക്കത്തില്ലേ. അപ്പം നല്ലപോലെ ഇങ്ങനെ ആക്കിയെടുക്കണം. ഇലയെ വെച്ച് പരത്തിയിട്ടാക്കിയാൽ വളരെ ഈസിയായി. ഇലയൊന്നും പിച്ചാനൊന്നും പോയില്ല. ആകെ 2 എണ്ണം ഉണ്ടാക്കണം. പിന്നെ പോയി ഇലയെല്ലാം പിച്ച് കഴുകി ഒരു ജോലി അതിനേക്കാളും നല്ല ഇങ്ങനെ ആക്കാമല്ലോ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ ഇല പിച്ചാൻ പോയില്ല. ഓക്കേ. അപ്പം കണ്ടല്ലോ. ഇതിനകത്തും പുറത്ത് നെയ്യ് ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഇച്ചിരി മൊരിയുന്നത് എളുപ്പത്തിൽ മൊരിയുകയും ചെയ്യും. ഓക്കെ. അപ്പം അങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ടേസ്റ്റി ആയിട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ആഹാരമാണ്. ഭയങ്കര ഇഷ്ടപ്പെടും. മോള് കുഞ്ഞിലേ ആയിരുന്നപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇത്. ഇപ്പോഴും അവൾക്ക് ഇഷ്ടമായത്. ഓക്കെ. അപ്പം എല്ലാവരും ഇതിൻ്റെ പുറത്തിട്ടുണ്ട് എല്ലാം മൊരിഞ്ഞ് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുള്ള ഭാഗം കണ്ട സൂപ്പറായി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അടുത്ത ദിവസത്തേക്ക് നമ്മുടെ ഷുഗർ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ പഞ്ചസാര വെച്ചുണ്ടാക്കി. പഞ്ചസാരയല്ല, ശർക്കര വെച്ച്. ഓക്കെ. അപ്പം വീഡിയോ കണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അറിയാമല്ലോ ബാക്കി പ്രോസസ്സൊക്കെ എന്താണെന്ന്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. സ്കിപ്പ് ചെയ്ത് എല്ലാവരും കാണുന്നത് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ. ബൈ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഒരു ചെറിയ വീഡിയോ കേട്ടോ.